മൂന്നാമത്തെ മൊഡ്യൂളിലെ അവസാന ഭാഗത്ത് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ആധുനിക ജനാധിപത്യ രാജ്യങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പാർലമെൻ്ററി ജനാധിപത്യവും മറ്റൊന്ന് പ്രസിഡൻഷ്യൽ ജനാധിപത്യവും. ഇതാണ് പ്രധാനമായിട്ടും ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ രണ്ട് തൂണുകളായ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ജനാധിപത്യ ഗവൺമെൻറ്റുകളെ പാർലമെൻ്ററി ഗവൺമെൻറ് എന്നും പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റുകൾ എന്നുമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ രണ്ട് തൂണുകളായ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻ്ററി പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് പാർലമെൻ്ററി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ? പാർലമെൻ്ററി ഭരണ സംവിധാനത്തെ ക്യാബിനറ്റ് ഗവൺമെൻറ് എന്നും പ്രാതിനിധ്യ ഗവൺമെൻറ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ലെജിസ്ലേച്ചറായ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിലെ ലോവർ ഹൗസിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് ആ രാജ്യത്തെ എക്സിക്യൂട്ടീവായ ക്യാബിനറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യത്തിൻ്റെ ദൈനംദിനം കാര്യങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്നത് അവിടെ ക്യാബിനറ്റാണ് എക്സിക്യൂട്ടീവ്. ഈ ക്യാബിനറ്റിനെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റിലെ ലോവർ ഹൗസിലെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന തങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ സഭയായ അധോസഭയിൽ ലോവർ ഹൗസിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് അവിടെയുള്ള ക്യാബിനറ്റിനെ തിരഞ്ഞെടുക്കുന്നത്, മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നത് ആ നാട്ടിലെ പാർലമെൻറ്റിലെ ലോവർ ഹൗസിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ അധികാര വിഭജനം ഇല്ല. ഇവിടെ യഥാർത്ഥ എക്സിക്യൂട്ടീവായ റിയൽ എക്സിക്യൂട്ടീവായ ക്യാബിനറ്റ് പാർലമെൻറ്റിലെ അധോസഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട്, പാർലമെൻറ്റിനോട് തന്നെ കൂട്ടുത്തരവാദിത്തമുണ്ട്. നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിന്മേൽ നിയന്ത്രണം ചെലുത്തുന്നു. അതോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിയമസഭയുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും അവർ ബാധ്യസ്ഥരാണ്. അവർ പാർലമെൻറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് നിർബന്ധമാണ്. പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവിലെ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ കൃത്യമായി ബന്ധം നിലനിർത്തിയിരിക്കുന്നു എന്നർത്ഥം. അധികാര വിഭജനം അവിടെ സാധ്യമല്ല. പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന സവിശേഷത അതിൽ രണ്ട് എക്സിക്യൂട്ടീവ് അധികാരികൾ ഉണ്ടാവും എന്നതാണ്. പാർലമെൻ്ററി ഗവൺമെൻറ് ഉള്ള രാജ്യത്ത് രണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ഒന്ന് റിയൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് നോമിനൽ എക്സിക്യൂട്ടീവും. സാങ്കേതികമായി പറഞ്ഞാൽ നാമമാത്ര എക്സിക്യൂട്ടീവാണ് രാഷ്ട്രത്തിൻ്റെ തലവൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എല്ലാ അധികാരങ്ങളും നിലനിൽക്കുന്നത്. ഈസ് ദ നോമിനൽ ഹെഡ്. യഥാർത്ഥ അധികാരമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം രാഷ്ട്രത്തലവനാണ്. ഈസ് ദ നോമിനൽ ഹെഡ്, ഈസ് നോട്ട് എ റിയൽ ഹെഡ്. അദ്ദേഹത്തിൻ്റെ അധികാരം റിയൽ അല്ല, അദ്ദേഹം രാഷ്ട്രത്തലവനാണ്. അതേസമയത്ത് അദ്ദേഹത്തിന് റിയൽ ആയിട്ടുള്ള അധികാരമില്ല. ഭരണം മുഴുവനും നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൗൺസിൽ നാമമാത്രമായ തലവൻ്റെ എല്ലാ ഭരണപരമായ ചുമതലകളും വഹിക്കുന്നു. നോമിനൽ ഹെഡായ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ പേരിലാണ് എല്ലാ അധികാരവും നിലനിൽക്കുന്നതെങ്കിലും ഭരണം മുഴുവനും നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെയുള്ള ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് മന്ത്രിമാരുടെ കൗൺസിലാണ്. അവരാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് യഥാർത്ഥ അധികാരമുള്ളത് ഈ ക്യാബിനറ്റിനാണ്. ആ ക്യാബിനറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെഡുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ തലവനും ഒന്ന് രാഷ്ട്രത്തിൻ്റെ തലവനും. രാഷ്ട്രത്തിൻ്റെ തലവൻ
നോമിനൽ ഹെഡും ഗവൺമെൻറ്റിൻ്റെ തലവൻ ക്യാബിനറ്റിൻ്റെ ഹെഡായ പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിനാണ് റിയൽ പവർ ഉള്ളത്. പ്രസിഡൻറ്റ് നോമിനൽ പവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുന്ന ക്യാബിനറ്റിന് പാർലമെൻറ്റിലെ താഴത്തെ ചേംബറിൻ്റെ വിശ്വാസം ആജ്ഞാപിക്കുന്നിടത്തോളം മാത്രമേ അധികാരത്തിൽ തുടരാനാവൂ. യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുന്ന ക്യാബിനറ്റിന് റിയൽ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുന്ന ക്യാബിനറ്റിന് പാർലമെൻറ്റിലെ താഴത്തെ ചേംബറിൻ്റെ വിശ്വാസമുള്ളിടത്തോളം മാത്രമേ പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ അധികാരം തുടരാനാവൂ. അപ്പോൾ എക്സിക്യൂട്ടീവ് നിലനിൽക്കുന്നത് പാർലമെൻറ്റിൻ്റെ വിശ്വാസത്തിലാണ്. എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിലെ താഴത്തെ ചേംബറിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, അവിശ്വാസ പ്രമേയം പാസ്സായാൽ എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങൾ നീക്കം ചെയ്യപ്പെടും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പാർലമെൻ്ററി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. പാർലമെൻറ്റിലെ ലോവർ ഹൗസായ ലോക്സഭയിലേക്ക് 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി ക്യാബിനറ്റിനെ രൂപീകരിക്കുന്നു. ആ ക്യാബിനറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാവുന്നു. അദ്ദേഹമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇത് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ വളരെ വിപുലമായ ഉദാഹരണമാണ്. അതേസമയത്ത് ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിന് ഈ 5 വർഷ കാലയളവിൽ 5 വർഷവും പാർലമെൻറ്റിലെ ലോവർ ഹൗസായ ലോക്സഭയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായാൽ, പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ എക്സിക്യൂട്ടീവായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് താഴെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള കാലത്തോളം മാത്രമേ ഈ 5 വർഷം ആ ഗവൺമെൻറ്റിന് തുടരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. ഇന്ത്യ പോലുള്ള റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ പ്രസിഡൻ്റാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന നോമിനൽ ഹെഡ്. ഗ്രേറ്റ് ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളിൽ പാരമ്പര്യമായിട്ട് അവിടെ രാജാവാണ് രാഷ്ട്രത്തലവനായ നോമിനൽ ഹെഡ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇലക്റ്റഡ് ഹെഡാണ്. അതേസമയത്ത് ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ഈ പാർലമെൻ്ററി വ്യവസ്ഥയാണെങ്കിലും അവിടുത്തെ ഈ നോമിനൽ ഹെഡ് എന്ന് പറയുന്ന പേരധികാരമുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർ രാജാധികാരമാണ്. അത് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റാണ് നോക്കാനുള്ളത്. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി അധികാര വിഭജന തത്വങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രസിഡൻഷ്യൽ ഭരണം എന്ന് പറയുന്നത്. പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അധികാര വിഭജന തത്വങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രസിഡൻഷ്യൽ ഭരണം. ഇത്തരം പ്രസിഡൻഷ്യൽ രാജ്യങ്ങളിൽ, പ്രസിഡൻഷ്യൽ ഗവൺമെൻറ് സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ഭരണഘടനാപരമായിട്ട്, ആ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ട് തന്നെ നിയമനിർമ്മാണ സഭയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും. പാർലമെൻറ്റിൽ നിന്ന് എക്സിക്യൂട്ടീവ് സ്വതന്ത്രമായിരിക്കും. ഈ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ജനങ്ങളോ ആണ് ആ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡൻറ്റിന് അവിടെയുള്ള പാർലമെൻറ്റിനോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കാരണം ജനങ്ങളായിരിക്കും പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ടായിരിക്കും പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും നേരിട്ടായിരിക്കും ജനങ്ങൾ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. നിശ്ചിത കാലത്തേക്ക് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്താൽ പ്രസിഡൻറ്റിന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാവണമെന്നില്ല. ഇത്ര കാലത്തേക്ക്, ഇപ്പോൾ 4 വർഷത്തിലേക്ക് അമേരിക്കയിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 4 വർഷവും പ്രസിഡൻറ്റിന് പാർലമെൻറ്റിൽ തങ്ങളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാവണം എന്നില്ല. പ്രസിഡൻറ്റിന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലെങ്കിലും പ്രസിഡൻറ്റിന് കാലാവധി പൂർത്തിയാക്കും വരെ അധികാരം തുടരാൻ സാധിക്കും. പ്രസിഡൻഷ്യൽ സംവിധാനത്തിൽ ഒരു എക്സിക്യൂട്ടീവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പ്രസിഡൻ്റാണ്. അവിടെ രാഷ്ട്രത്തിൻ്റെ തലവനും ഗവൺമെൻറ്റിൻ്റെ തലവനും യഥാർത്ഥ എക്സിക്യൂട്ടീവായ പ്രസിഡൻ്റാണ്. രാഷ്ട്രത്തിൻ്റെ തലവനും ഗവൺമെൻറ്റിൻ്റെ തലവനും പ്രസിഡൻ്റാണ്. യഥാർത്ഥ അധികാരം നോമിനൽ ഹെഡ് എന്ന് പറയുന്ന അവിടെ ഇല്ല. അവിടെ റിയൽ ഹെഡ് മാത്രമേ ഉള്ളൂ. ഈ റിയൽ ഹെഡ് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തലവനും റിയൽ ഹെഡാണ്. രാഷ്ട്രത്തിൻ്റെ തലവനും റിയൽ ഹെഡായ പ്രസിഡൻ്റാണ്.
എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡൻറ്റ് പാർലമെൻറ്റിൽ അംഗമല്ല. പാർലമെൻറ്റിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല. അവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ല. പ്രസിഡൻറ്റ് അവിടെയുള്ള പാർലമെൻറ്റിനോട് യാതൊരു ഉത്തരവാദിത്വവും ആവശ്യമില്ല. ഒരു പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റിനെ ജനങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ പ്രസിഡൻറ്റ് 4 വർഷത്തേക്ക് അമേരിക്കയുടെ രാഷ്ട്രത്തലവനാകുന്നു. അമേരിക്കയുടെ ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തലവനായിട്ട് ആ പ്രസിഡൻറ്റ് മാറുന്നു. അവിടെയുള്ള പാർലമെൻറ്റിനോട്, അവിടെയുള്ള കോൺഗ്രസ്സാണ് അവിടെയുള്ള അമേരിക്കൻ പാർലമെൻറ്റ്, ആ കോൺഗ്രസ്സിനോട് പ്രസിഡൻറ്റിന് യാതൊരു ഉത്തരവാദിത്വവും ആവശ്യമില്ല. ഇതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ജനാധിപത്യ സംവിധാനമാണുള്ളത്. ഒന്ന് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റും മറ്റൊന്ന് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റും.